നമസ്കാരം കൂട്ടുകാരെ. 2009 പുറത്തിറങ്ങിയ രസകരമായ ചൈനീസ് ചലച്ചിത്രം കുംഫു ഷെഫിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് വോങ് പിങ്യി എന്ന് പേരുള്ള ഒരു ഷെഫിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ചൈനയിലെ തന്റെ വില്ലേജിൽ മേജർ ഷെഫായിട്ടായിരുന്നു അദ്ദേഹം ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാനിൽ പിന്തുടർച്ചാവകാശമായി വന്നുകൊണ്ടിരിക്കുന്ന ഡ്രാഗൺ ഹെഡ് ക്ലീവറും അദ്ദേഹത്തിന്റെ പക്കലാണുള്ളത്. ക്ലാനിലെ ഏവരും അദ്ദേഹത്തെ വളരെ ആദരവോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അനന്തരവൻ വോങ് കായ് ജോയ്ക്ക് മാത്രം അതിൽ വലിയ താല്പര്യമില്ല. ഇരുവരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വ്യക്തമായിരുന്നു. കായ് ജോ വിശ്വസിച്ചിരുന്നത് താനായിരുന്നു ഡ്രാഗൺ ഹെഡ് ക്ലീവറിന്റെ അനന്തരാവകാശിയായി ഉണ്ടാവേണ്ടത് എന്ന തരത്തിലായിരുന്നു. കാരണം ഡ്രാഗൺ ഹെഡ് ക്ലീവറിന്റെ അതിനു മുമ്പത്തെ ഓണർ അവന്റെ അച്ഛനായിരുന്നു. അനന്തരാവകാശമായി അതുകൊണ്ട് അത് തനിക്ക് അർഹതപ്പെട്ടതാണ് എന്നയാൾ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം പിങ്യിയും തന്റെ സംഘവും വില്ലേജിൽ സംഘടിപ്പിക്കുന്ന വലിയൊരു പരിപാടിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടിയിലെ പ്രധാന വിഭവം പോർക്കായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പിങ്യിയുടെ ശിഷ്യന്മാരിലൊരാൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ആ പോർക്ക് കരിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന് മുമ്പിൽ അതേ വിഭവം വീണ്ടും തയ്യാറാക്കാൻ അവശേഷിച്ചത് വെറും 30 മിനിറ്റ് മാത്രമാണ്. ആ സമയം കൊണ്ട് പോർക്ക് നന്നാക്കിയെടുക്കണം, കൃത്യമായി വേവിച്ചും തയ്യാറാക്കണം. പിങ്യി ഒട്ടും മടിച്ചില്ല. ക്ലാനിന്റെ വിശുദ്ധമായ ആ കത്തി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പന്നിയെ വളരെ മികച്ച രീതിയിൽ മിനിറ്റിനുള്ളിൽ അദ്ദേഹം കഷ്ണങ്ങളാക്കി തീർത്തു. അരമണിക്കൂർ കൊണ്ട് തന്നെ വിഭവം തയ്യാറായി കഴിഞ്ഞിരുന്നു. അവസാനം മേമ്പൊടി എന്നവണ്ണം കുറച്ചുപ്പ് കൂടി കൊണ്ടുവരാൻ പിങ്യി അസിസ്റ്റന്റിനോട് പറഞ്ഞു. അസിസ്റ്റന്റ് ഉപ്പും കൊണ്ടുവന്നു. പക്ഷേ അതിനുള്ളിൽ മറ്റു ചില വിഷാംശമുള്ള കാര്യങ്ങൾ അസിസ്റ്റന്റ് കലർത്തിയിട്ടുണ്ട് എന്ന് പിങ്ങിക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. കായ്ജോ പറഞ്ഞതിന് പ്രകാരമായിരുന്നു ആ അസിസ്റ്റന്റ് അത്തരത്തിൽ പ്രവർത്തിച്ചത്. വളരെ മനോഹരമായി തയ്യാറാക്കപ്പെട്ട ആ വിഭവം ഗസ്റ്റുകൾക്ക് സപ്ലൈ ചെയ്തു. ഗസ്റ്റുകളും രുചി കൊണ്ട് ആസ്വദിച്ച് അത് കഴിച്ചു. പക്ഷെ പിന്നാലെ ഏവർക്കും കഠിനമായ വയറുവേദന എടുക്കാൻ ആരംഭിച്ചു. പിങ്ങിക്ക് അത് ഷോക്കിംഗ് ആയിരുന്നു. എല്ലാ കുറ്റവും പിങ്ങിയുടെ തലയിലേക്ക് വന്നു വീഴാൻ തുടങ്ങി. ആലോചിച്ച പിങ്ങിക്ക് തന്റെ ശിഷ്യൻ കൂടിയായ അസിസ്റ്റന്റാണ് ഈ പരിപാടി ഒപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. പിങ്ങിയെ അവനെതിരെ തിരിഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയതും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. പിങ്ങി അവന്റെ പിന്നാലെ ഓടിച്ചെന്നു. ഈ സമയം വിഷം കലർത്തി തങ്ങളെ കൊല്ലാൻ നോക്കി, ഗ്രാമത്തിലുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞൊരു സംഘം ആളുകൾ പിങ്ങിയെ ആക്രമിക്കാൻ എത്തിയിരുന്നു. കാര്യം ഒരു ഷെഫൊക്കെ ആണെങ്കിലും അതിലുപരിയായി പിങ്ങി ഒരു മാർഷൽ ആർട്സ് എക്സ്പേർട്ട് ആയിരുന്നു. അദ്ദേഹം എതിരാളികളെ വളരെ എളുപ്പത്തിൽ തന്നെ കീഴ്പ്പെടുത്തുകയാണ്. ഒടുവിൽ തന്റെ ശിഷ്യനെ പിടികൂടി പിങ്ങി ശിക്ഷിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന പ്രധാന വ്യക്തി പിങ്ങിയെ തടഞ്ഞു. പിങ്ങിയുടെ കുറ്റം മറ്റൊരാൾക്കുമേൽ ആരോപിക്കുന്നത് ശരിയല്ല എന്ന തരത്തിൽ അയാൾ പറഞ്ഞു. പിങ്ങിക്ക് എതിർക്കാൻ കഴിയുമായിരുന്നില്ല. തന്റെ ഭാഗം വിശദീകരിക്കാൻ പോലും പിങ്ങിക്ക് സാധിച്ചില്ല. പിങ്ങിയെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി. ഡ്രാഗൺ ഹെഡ് ക്ലീവർ കൂടി പിങ്ങിന് കയ്യിൽ വെക്കാൻ യോഗ്യനല്ലെന്ന് മുദ്രകുത്തി പിങ്ങിക്ക് അതുപോലും ഉപേക്ഷിക്കേണ്ടി വന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരിടത്ത് ഒരു മാർഷൽ ആർട്സ് സ്കൂളിൽ അവസാനഘട്ട പരിശീലനങ്ങൾ നടക്കുകയായിരുന്നു. അവിടുത്തെ ഗുരു ശിഷ്യന്മാർക്ക് ഒരു മത്സരം വെച്ചു. മാറ്റിവെച്ചിരുന്ന സ്കൂളിന്റെ എംബ്ലം കൃത്യമായി എടുത്തു കൊണ്ടുവന്ന് പതിപ്പിക്കുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടും എന്നായിരുന്നു അത്. പക്ഷേ എംബ്ലം കിട്ടാൻ ഓരോരുത്തരും പരസ്പരം പോരടിക്കണം. മാത്രമല്ല ഉയരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന അത് കരസ്ഥമാക്കുകയും വേണം. ശിഷ്യന്മാർ ഒക്കെയും ഫൈറ്റ് ചെയ്യാനും എംബ്ലം കരസ്ഥമാക്കാൻ ശ്രമിക്കാനും ആരംഭിച്ചു. കൂട്ടത്തിൽ വിദഗ്ധനായ കിങ്യാറ്റ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ അത് കരസ്ഥമാക്കുകയും കൃത്യമായി എടുത്തുകൊണ്ടുപോയി സ്ഥാപിക്കുകയും ചെയ്തു. അന്നുച്ചതിരിന് കിങ്യാറ്റിനെ തിരിഞ്ഞ് കിച്ചന്റെ ഭാഗത്തേക്ക് ഗുരു എത്തിച്ചേരുകയാണ്. ഗുരുവുമായി തമാശ രീതിയിൽ അവിടെ വെച്ചൊരു ഫൈറ്റ് നടത്താനും കിങ്യാറ്റ് മടിച്ചില്ല. ആ സമയം കുംഫുവും കുക്കിങ്ങും മിക്സ് ചെയ്തിട്ടുള്ള അവന്റെ കഴിവുകളും പ്രകടമാകുന്നുണ്ടായിരുന്നു. ഗുരു വന്ന് കിങ്യാറ്റിനെ ഉപദേശിച്ചു. പ്രശസ്തനായ ഒരു ഷെഫുണ്ട്, ഷുംഫോങ് ക്വാൻ എന്നാണ് അയാളുടെ പേര്. സ്കൂളിൽ നിന്നും പഠിക്കേണ്ടത് മുഴുവൻ കിങ്യാറ്റ് പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നീ ശിഷ്യനായി ജോലി നോക്കണം. അങ്ങനെ ഗുരുവിന്റെ വാക്ക് കേട്ട് മാസ്റ്റർ ഷെഫ് ഷുംഫോങ് ക്വാനെ തിരഞ്ഞ് കിങ്യാറ്റ് പുറപ്പെടുകയാണ്. 4 സീസ് എന്ന് പറയപ്പെടുന്ന വലിയൊരു റെസ്റ്റോറന്റിലായിരുന്നു മാസ്റ്റർ ഷെഫ് ജോലി നോക്കിക്കൊണ്ടിരുന്നത്. റെസ്റ്റോറന്റ് ഓണറായ ഷുംചിങ് ആകട്ടെ ഓരോ ഫുഡിന്റെയും നിലവാരമുയർത്തുവാൻ കണ്ണുകെട്ടി ഓരോന്നും രുചിച്ചു നോക്കുകയും മറ്റും ചെയ്യുമായിരുന്നു. അവളെ സഹായിക്കാൻ സഹോദരിയായ ഷുമിങ്ങും ഉണ്ടാവുമായിരുന്നു. പക്ഷെ അന്നും ഭക്ഷണം രുചിച്ചിട്ട് അവർക്കത്ര തൃപ്തി വന്നില്ല. അവരുടെ സ്റ്റാൻഡേർഡ് എത്തിയിട്ടില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. ഈ സമയമാണ് കിങ്യാറ്റ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതും. കിങ്യാറ്റ് മാസ്റ്റർ ഷെഫ് ഷുമ്മിനെ കാണണം എന്നാവശ്യപ്പെട്ടു. വെയിറ്റ് ചെയ്യാനായിരുന്നു അവന് കിട്ടിയ മറുപടി. ഈ സമയമായിരുന്നു യാത്ര ചെയ്ത് അങ്ങോട്ടേക്ക് ഷെഫായ പിങ്ങിയും എത്തിച്ചേരുന്നത്. ഫേമസ് ആയ റെസ്റ്റോറന്റിൽ നിന്നും ട്രഡീഷണൽ ചൈനീസ് ഫുഡ് കഴിക്കാം എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നതും. വന്നപാടെ ചിങ് പിങ്ങിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പക്ഷെ ആ ചായ
ചായയിലുണ്ടായിരുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അടക്കം ഒറ്റ സിപ്പ് ചായ കുടിച്ചതും പിങ്കി പറയുകയാണ്. പിന്നാലെ ഭക്ഷണം കഴിച്ചെങ്കിലും അതിലെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ പിങ്കി അതിന്റെ ഗുണമില്ലായ്മയും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഷെഫിന്റെ കഴിവെന്തെന്നറിയുവാൻ അതളക്കുവാൻ ട്രഡീഷണൽ ചൈനീസ് ഫുഡായിട്ടുള്ള വാട്ടർ ക്യാബേജ് എന്ന വിഭവം പിങ്കി ഓർഡർ ചെയ്തു. വാട്ടർ ക്യാബേജ് ഒരു വ്യക്തി ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാരക്കാരനായിരിക്കില്ല എന്ന് മാസ്റ്റർ ഷെഫ് ഷുമ്മിനും അറിയാമായിരുന്നു. ഷുമ്മ് വാട്ടർ ക്യാബേജ് തയ്യാറാക്കി കൊണ്ടുവന്നു കൊടുത്തു. പിങ്കിയോട് അഹങ്കാരത്തോടെ എന്താണ് അഭിപ്രായം എന്നും ചോദിച്ചു. വേണ്ടത്ര ഗുണമില്ലാത്തതാണ് എന്നായിരുന്നു പിങ്കിയുടെ മറുപടി. മാസ്റ്റർ ഷെഫിനെ അത് രോഷം കൊള്ളിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് കാണിക്ക്, എന്നേക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്തുണ്ടാക്കിയ ഞാൻ എന്റെ ജോലി തന്നെ ഉപേക്ഷിക്കും എന്നും മാസ്റ്റർ ഷെഫ് പിങ്കിയെ വെല്ലുവിളിച്ചു. പിങ്കിക്ക് ഒരു അസിസ്റ്റന്റ് വേണമല്ലോ. കിങ്യാറ്റായിരുന്നു അന്ന് പിങ്കിയെ അസിസ്റ്റ് ചെയ്യാൻ കൂടെ നിന്നത്. മത്സരമായതുകൊണ്ട് തന്നെ പിങ്കിയ്ക്കൊപ്പം കുക്ക് ചെയ്യാൻ മാസ്റ്റർ ഷെഫ് ഷുമ്മും ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും വിഭവങ്ങൾ വൈകാതെ തയ്യാറായി. ടെസ്റ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുക അത് രുചിച്ചു നോക്കുന്ന റെസ്റ്റോറന്റ് ഓണറും സഹോദരിയും ബാക്കിയുള്ളവരുമായിരിക്കും. ഷുമ്മുണ്ടാക്കിയത് തന്റെ സിഗ്നേച്ചർ വിഭവമായ ചിക്കൻ ആയിരുന്നു. പക്ഷേ പിങ്കി ഉണ്ടാക്കിയ ആ വിഭവം കഴിച്ചതും റെസ്റ്റോറന്റ് ഓണേഴ്സായ സഹോദരിമാർ അതിശയിച്ചു പോയി. അത്രമേൽ രുചികരമായിരുന്നു അത്. ട്രഡീഷണൽ റെസിപ്പി ബുക്സിൽ ഉള്ള പോലുള്ള ചില സീക്രട്ടുകൾ അതിൽ പിങ്കി ഉപയോഗിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, ചിക്കൻ പീസാക്കാനും ഉള്ളിലെ എല്ല് നീക്കം ചെയ്യാനും കത്തി പോലും അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. ഒടുവിൽ ഷും തന്റെ തോൽവി സമ്മതിച്ചു. ആ റെസ്റ്റോറന്റിലെ മാസ്റ്റർ ഷെഫ് ജോലി രാജിവെച്ച് ഷും അവിടെ നിന്ന് പോയി. മാസ്റ്റർ ഷെഫ് ഷും പോയതോടെ പൊസിഷൻ വേക്കന്റ് ആയല്ലോ. റെസ്റ്റോറന്റ് ഓണറായ ചിങ് പിങ്കിയെയും കിൻയാറ്റിനെയും അവിടെ നിയമിക്കുകയാണ്. പിങ്കിയെ ഷെഫായും കിൻയാറ്റിനെ അസിസ്റ്റന്റായും. അന്ന് വൈകിട്ട് ചിങ് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. പിങ്കിയെ കുക്കിംഗ് ഒക്കെ പഠിച്ച പിങ്കിയുടെ സഹോദരൻ യാഥാർത്ഥ്യത്തിൽ ചിങ്ങിന്റെ അച്ഛന്റെ ശിഷ്യനായിരുന്നുവെന്ന്. തന്റെ അച്ഛനെപ്പോലെ പരമ്പരാഗത രീതിയിൽ കുക്ക് ചെയ്യുകയും അത്രമേൽ വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്ന പിങ്കിയുടെ വരവ് ചിങ്ങിനേറെ സന്തോഷിപ്പിച്ചിരുന്നു. കാര്യം പിങ്കി അങ്ങനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വളരെയധികം കഴിവുള്ളവനാണോ അദ്ദേഹം എന്ന് ചെക്ക് ചെയ്യാൻ ഒരിക്കൽ കിങ്യാറ്റ് പിങ്കിയെ ഒരു ഫിഷ് കട്ടിംഗ് കോമ്പറ്റീഷന് ക്ഷണിച്ചു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മീനായിരുന്നു കിങ്യാറ്റ് തിരഞ്ഞെടുത്തത്. വളരെ സൂക്ഷ്മതയോടെ കട്ട് ചെയ്താൽ മാത്രമേ അതിന് രുചിയുണ്ടാവുകയുള്ളൂ. ആ മീനിനെ കുക്ക് ചെയ്ത് തയ്യാറാക്കി കിങ്യാറ്റ് നൽകിയപ്പോൾ അതിന്റെ രുചിയിൽ പിങ്കി അടക്കം ഇംപ്രസ്ഡ് ആയിരുന്നു. പക്ഷേ അടുത്തത് പിങ്കിയുടെ ഊഴമായി. പിങ്കി ഒരു നോർമൽ ഫിഷിനെ പിടിച്ചു. അതിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ചീന്തിയെടുത്തു. ശേഷം അതിനെ ജീവനോടെ തന്നെ അത് കൊല്ലപ്പെടാത്ത രീതിയിൽ തിരികെ വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്തു. അതിന്റെ ജീവൻ നിലനിൽക്കുന്നത് കണ്ട് കിങ്യാറ്റും റെസ്റ്റോറന്റ് ഓണറും ഒന്ന് ഞെട്ടിയിരുന്നു. വിഭവം തയ്യാറായപ്പോ അതിന്റെ രുചിയും അത്രമേൽ മികച്ചതായിരുന്നു. പിങ്കി അത്രമേൽ മികച്ച കുക്കാണെന്നും മികച്ച സ്കില്ലുകളുള്ള വ്യക്തിയാണെന്നും കിങ്യാറ്റ് മനസ്സിലാക്കുകയാണ്. അതോടെ കിങ്യാറ്റ് പിങ്കിയെ തന്റെ മാസ്റ്ററായി മനസ്സാവരിച്ചു. അങ്ങനെ പിങ്കിയുടെ അസിസ്റ്റന്റായി കിങ്യാറ്റ് വളരെ താല്പര്യത്തോടെ ജോലി ചെയ്യാൻ തയ്യാറായി നിന്നു. പക്ഷെ പിങ്കിയാകട്ടെ ആദ്യത്തെ ദൗത്യമെന്ന രീതിയിൽ കിങ്യാറ്റിന് കൊടുത്തത് കത്തികൾ മൂർച്ചവെപ്പിക്കുന്ന ടാസ്ക് ആയിരുന്നു. അന്ന് രാത്രി മുഴുവൻ ഉറക്കമിളിച്ച് നിന്നായിരുന്നു കിങ്യാറ്റ് കത്തി മുഴുവനും മൂർച്ച വെപ്പിച്ചത്. പിറ്റേന്ന് പുലർച്ചെ കിങ്യാറ്റ് സന്തോഷത്തോടെ തന്റെ മാസ്റ്ററെ അതൊക്കെ വിളിച്ചു കാണിച്ചു. പക്ഷേ പിങ്കി അപ്പോഴും അതിലൊന്നും ഇംപ്രസ്ഡ് ആയില്ല. എന്നിരുന്നാലും കിങ്യാറ്റിനെ പിങ്കി തുടർന്നും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു കുക്കിന് വേണ്ട ആദ്യത്തെ കലയെന്ന് പറയുന്നത് ഓരോ വിഭവത്തിനും വേണ്ട കട്ടിങ്ങുകൾ ചെയ്യേണ്ടതാണെന്നും അത് ശരിക്കും പഠിക്കണം എന്നും പിങ്കി കിങ്യാറ്റിനോട് പറഞ്ഞു. മറുവശത്ത് പിങ്കിയെ വില്ലേജിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ അനന്തരവൻ കൈജോയ്ക്ക് നഗരത്തിൽ മറ്റൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഫോർ സീസ് റെസ്റ്റോറന്റിന്റെ ശക്തനായൊരു എതിരാളിയാണ് അവൻ. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അച്ഛൻ ആ ഗ്രാമം വിട്ടുപോവാൻ കാരണം അങ്കിൾ പിങ്കിയാണ് എന്ന് കൈജോ വിശ്വസിച്ചിരുന്നു. ഫോർ സീസ് റെസ്റ്റോറന്റിൽ നിന്ന് രാജിവെച്ചു പോന്ന മാസ്റ്റർ ഷും കൈജോയുടെ റെസ്റ്റോറന്റിലെത്തി. ജോലി ചോദിച്ചായിരുന്നു ആ വരവ്. പക്ഷേ തങ്ങൾക്ക് ഒരു മാസ്റ്റർ ഷെഫ് ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമില്ല എന്നും കൈജോ പറഞ്ഞു. ആ സമയത്താണ് മാസ്റ്റർ ഷുമ്മിൽ നിന്നും തന്റെ അങ്കിൾ തന്റെ എതിരാളിയായ ഫോർ സീസ് റെസ്റ്റോറന്റിൽ ഇപ്പോൾ ജോലി നോക്കുന്നു എന്ന് കൈജോ അറിയുന്നത്. കൈജോയുടെ വലങ്കയ്യനായ ലിയോങ് ആകട്ടെ കൈജോയുടെയും പിങ്കിയുടെയും ഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. പിങ്കിക്കെതിരെ ഇനിയും ശത്രുത വെച്ചു പുലർത്തുന്നത് നല്ലതല്ല എന്ന തരത്തിൽ അസിസ്റ്റന്റ് കൈജോയോട് പറഞ്ഞു. പക്ഷേ കൈജോ അസിസ്റ്റന്റിനോട് തട്ടിക്കയറുകയായിരുന്നു ചെയ്തത്. ലിയോങ്ങിനെ കൈജോ മർദ്ദിക്കുകയും ചെയ്തു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കൈജോയുടെ അച്ഛൻ വോങ് ഒരു മികച്ച കുക്കായിരുന്നു. നാളുകൾ കഴിയുന്തോറും വോങ് വലിയൊരു കുടിയനായി മാറി. അങ്ങനെയുള്ള സഹോദരൻ ഡ്രാഗൺ ക്ലേവറിന്റെ അനന്തരാവകാശിയാകുന്നത് പിങ്കിക്ക് അനുവദിക്കാൻ പറ്റില്ലായിരുന്നു.
അതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ വലിയ ഫൈറ്റ് തന്നെ സംഭവിച്ചു. ആ ഫൈറ്റ് ഒടുവിൽ അവസാനിച്ചപ്പോൾ വോങ്ങിന്റെ കൈക്ക് സാരമായ പരിക്ക് പറ്റിയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വോങ്ങിന് കുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന അവസ്ഥ പോലും വന്നു. ഡ്രാഗൺ ഹണ്ട് ക്ലീവറിന്റെ അനന്തരാവകാശിയായി പിങ്കി മാറി. അന്നത്തെ പരാജയത്തിലും മറ്റും വല്ലാത്ത അപമാനഭാരം തോന്നിയിട്ടാകണം വോങ് ആ നാട് വിട്ടുപോയി. അന്ന് മകൻ കൈജോയെ പിങ്കിയെ ഏൽപ്പിച്ചിട്ടായിരുന്നു അയാൾ അവിടെ നിന്ന് പോയിരുന്നത്. ഡ്രാഗൺ ഹെഡ് ക്ലേവർ സ്വന്തമാക്കാൻ തന്റെ അച്ഛനെ പിങ്കിയെ നാട്ടിൽ നിന്ന് തുരത്തിയോടിച്ചതാണ് എന്ന തരത്തിലായിരുന്നു കൈജോ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ കൈജോക്ക് പിങ്കിയോട് വലിയ വൈരാഗ്യബുദ്ധി തോന്നിയിരുന്നു. അതാണ് ഇപ്പോൾ വളർന്ന് ഇത്തരത്തിൽ എത്തി നിൽക്കുന്നത്. പിങ്കി കിങ്യാറ്റിനെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. 2 ആഴ്ചയോളം കിങ്യാറ്റിന്റെ കട്ടിംഗ് സ്കില്ലുകളാണ് പിങ്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഇങ്ങുമായി കിങ്യാറ്റിന് ചെറിയ സൗഹൃദവും പ്രണയവും ഒക്കെ രൂപപ്പെടുകയും ചെയ്തു. തനിക്കറിയാവുന്ന ഫുഡിലെ ടെക്നിക്കുകളൊക്കെ റെസ്റ്റോറന്റ് എംപ്ലോയീസിനും കിങ്യാറ്റിനും റെസ്റ്റോറന്റ് ഓണേഴ്സിന് വരെ പിങ്കി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവരുടെ വൈവിധ്യമാർന്ന പുതിയ ഡിഷുകളൊക്കെ കാരണം ഫോർസീസ് റെസ്റ്റോറന്റിന്റെ പേരുയരുകയും വളരെ തിരക്കേറിയൊരിടമായി ഫോർസീസ് റെസ്റ്റോറന്റ് മാറാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൈജോയുടെ ആളുകൾ ഫോർസീസ് റെസ്റ്റോറന്റിലെത്തി. മനഃപൂർവ്വം ആരും കാണാതെ വിഭവത്തിൽ കുറെ ആണികൾ കൊണ്ടിട്ട് ഷെഫിനുമേൽ തട്ടിക്കയറി തങ്ങളുടെ ജീവൻ വരെ ഇല്ലാതാക്കാൻ ഷെഫ് ശ്രമിച്ചു. അശ്രദ്ധമായാണ് കുക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സും അതിൽ വല്ലാതെ നിരാശരായിരുന്നു. പിങ്കി അങ്ങോട്ടേക്ക് വന്നതും അവിടെ കണ്ടത് കൈജോയുടെ ആളുകളെയാണ്. അതോടെ പ്രശ്നത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പിങ്കി തയ്യാറായില്ല. കൈജോയി എന്തുകൊണ്ടാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പിങ്കിക്ക് അറിയാമായിരുന്നു. എന്തായാലും ആ സംഭവത്തോടെ റെസ്റ്റോറന്റിലേക്ക് ആളുകൾ വരുന്നത് കുറഞ്ഞു. കച്ചവടം കുറഞ്ഞതിൽ ഏവരും നിരാശരായി മാറിയിരുന്നു. അടുത്ത ദിവസം എങ്ങും കിന്യാറ്റും കൂടി ഗ്രോസറികൾ വാങ്ങുവാൻ പോയി. ആ സമയം അവിടെ കൈജോയും സംഘവും എത്തിച്ചേർന്നിരുന്നു. തങ്ങളുടെ ബിസിനസ് തകർക്കാൻ ശ്രമിച്ച കൈജോയോട് ദേഷ്യമുണ്ടായിരുന്ന യിങ് കൈജോയെ കണ്ടതും ചാടി ആക്രമിച്ചു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഫൈറ്റ് തന്നെ അരങ്ങേറി. കൈജോയുടെ ആളുകളും കിന്യാറ്റും തമ്മിൽ ഏറ്റുമുട്ടി. ഏറ്റുമുട്ടൽ എളുപ്പമൊന്നും ആയിരുന്നില്ലെങ്കിലും ഒരു തരത്തിൽ ഒടുവിൽ അവിടെ നിന്ന് കിന്യാറ്റും യിങ്ങും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഷെഫ് ഓഫ് ദി ഇയർ കോമ്പറ്റീഷന്റെ ഒരു പരസ്യം അവർ കാണുന്നത്. ആ മത്സരത്തിൽ പങ്കെടുത്ത് അവരുടെ റെസ്റ്റോറന്റിലെ ഷെഫ് വിജയിച്ചാൽ അവരുടെ റെസ്റ്റോറന്റ് റേറ്റിംഗ് മുകളിൽ പോകുമെന്നും അങ്ങനെ കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാം എന്നും ആ സമയം അവർക്കൊരാശയം തോന്നി. അവർ ചെന്ന് പിങ്കിയോട് കാര്യം പറഞ്ഞു. പക്ഷേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പിങ്കിയെ ഒരുക്കമായിരുന്നില്ല. കാര്യം എന്തെന്നാൽ അന്ന് രാവിലെ പിങ്കിക്ക് വില്ലേജിൽ നിന്നൊരു കോൾ വന്നിരുന്നു. പിങ്കി പോയതിനു ശേഷം ഗ്രാമത്തിലെ കാര്യങ്ങളൊന്നും നോർമലല്ലെന്നും അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് തിരികെ എത്തണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കോൾ. അത്യാവശ്യമായ ഒരു കാര്യമുണ്ടെന്ന് കൂടി അറിഞ്ഞതുകൊണ്ട് പിങ്കി മടങ്ങിച്ചെല്ലാം എന്നവരോട് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പിങ്കിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. താൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിൽ പിങ്കിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിങ്കി അതുകൊണ്ട് തന്നെ കിന്യാറ്റിനോട് മത്സരത്തിൽ തനിക്ക് പകരമായി രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു. വൈകാതെ പിങ്കി പുറപ്പെട്ടു പോവുകയും ചെയ്തു. അടുത്ത ദിവസം കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ്. പിങ്കിയുടെ നിർദ്ദേശപ്രകാരം കിന്യാറ്റും അസിസ്റ്റന്റുകളും മത്സരത്തിനെത്തി. 6 ഷെഫുകൾ അവർക്കെതിരെ മത്സരിക്കാനുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രധാന എതിരാളികൾ മാസ്റ്റർ ഷുമ്മും ഷുമ്മിന്റെ പാർട്ട്ണറായ ഷെഫ് ചോറ്റോയും ആയിരുന്നു. ഇതിനു മുമ്പ് അതേ കോമ്പറ്റീഷനിൽ വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷെഫായ ചോറ്റോ. പോരാത്തതിന് ഷെഫ് ചോറ്റോ ആകട്ടെ കൈജോയുടെ ആളുമായിരുന്നു. വൈകാതെ കോമ്പറ്റീഷൻ ആരംഭിച്ചു. തങ്ങളുടെ സിഗ്നേച്ചർ ഡിഷുകൾ ഉണ്ടാക്കാനായിരുന്നു ഓരോ ഷെഫുമാരും ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ എന്ത് കുക്ക് ചെയ്യും എന്നായിരുന്നു കിങ്യാറ്റിന്റെ സംശയം. ഓഡിയൻസിനിടയിലുണ്ടായിരുന്ന ചിങ് വളരെ പെട്ടെന്ന് ഒരു ഡിഷിന്റെ കാര്യം ഓർത്തെടുത്തു. ഹോഴ്സ് പ്ലാറ്റർ ഉണ്ടാക്കാനായിരുന്നു ചിങ് സജസ്റ്റ് ചെയ്തത്. ആ ഡിഷ് ഉണ്ടാക്കൽ അത്ര എളുപ്പമല്ല. വളരെ പെട്ടെന്ന് ഓവർ കുക്കായി പോയേക്കാവുന്ന ഒരു ഡിഷാണത്. പക്ഷേ കൃത്യമായി ഉണ്ടാക്കിയാൽ അത് അത്രമേൽ രുചികരമായിരിക്കുകയും ചെയ്യും. എന്തായാലും കിന്യാറ്റ് ആ വെല്ലുവിളി ഏറ്റെടുത്തു. 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും എല്ലാ ഷെഫുമാരുടെയും ഡിഷ് തയ്യാറായി. ഓരോ ഡിഷുകളും ജഡ്ജസ് രുചിച്ച് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ആദ്യം കൊണ്ടുവന്ന ഡിഷുകളിലൊക്കെ ജഡ്ജസ് പോരായ്മകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കിങ്യാറ്റിന്റെ ഹോഴ്സ് പ്ലേറ്ററിന്റെ ഊഴമെത്തി. പക്ഷേ ഇത്തവണ നല്ല അഭിപ്രായങ്ങൾ മാത്രമായിരുന്നു ജഡ്ജസിൽ നിന്ന് പുറത്തു വന്നത്. അതുപോലെ തന്നെ ചൗറ്റോയുടെ ഡിഷും അത്രമേൽ ഗംഭീരമായിരുന്നു. ജഡ്ജസ് അതിലും ഇംപ്രസ്ഡ് ആയി. അങ്ങനെ ആദ്യ റൗണ്ടിൽ ചൗറ്റോയും
കിങ്ങിയാറ്റും പാസ് ചെയ്ത് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. ആദ്യ റൗണ്ട് വിജയിച്ചതിൽ തന്നെ കിങ്ങിയാറ്റും സംഘവും ഏറെ സന്തോഷിച്ചു. പുറത്തിരുന്ന് കായ്ജോയും ദൃശ്യങ്ങളിൽ അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അടുത്ത ഘട്ടം ആരംഭിക്കുമ്പോഴേക്കും കിങ്ങിയാറ്റ് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കായ്ജോ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ കിങ്ങിയാറ്റിനെ തല്ലിച്ചതയ്ക്കാൻ കായ്ജോ ഗുണ്ടകളെ അയച്ചു. വന്ന ഗുണ്ടകൾക്കെതിരെ കിങ്ങിയാറ്റ് ഫൈറ്റ് ചെയ്തെങ്കിലും ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടുവാൻ അവന് റെഫ്രിജറേറ്ററിനുള്ളിൽ കയറേണ്ടി വന്നു. കായ്ജോയും സംഘവും അതിനുള്ളിലിട്ട് കിങ്ങിയാറ്റിനെയും ഇന്നിനെയും പൂട്ടുകയും ചെയ്തു. ഭാഗ്യവശാൽ പിങ്ങി ആ സമയം ഗ്രാമത്തു നിന്നും മടങ്ങിയെത്തിയതുകൊണ്ട് അവർ രക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ ഫൈനൽ കോമ്പറ്റീഷന് വേണ്ടി കിങ്ങിയാറ്റും സംഘവും വീണ്ടും മത്സരവേദിയിലേക്ക് എത്തിച്ചേർന്നു. മറുവശത്ത് കൈജോയും കൂട്ടുകാരുമാകട്ടെ പിങ്ങിയെ എതിരിടുവാൻ തീരുമാനിച്ചിരുന്നു. തന്റെ ആളുകളുമായിട്ടായിരുന്നു പിങ്ങിയക്കെതിരെ കായ്ജോ ചെന്നത്. വലിയൊരു ഫൈറ്റ് തന്നെ സംഭവിച്ചു. കായ്ജോയെ അദ്ദേഹം നല്ലൊരു പാഠവും പഠിപ്പിച്ചു. ശേഷം ഡ്രാഗൺ ഹെഡ് ക്ലീവറും അവിടെ നിന്ന് എടുത്തുകൊണ്ട് അദ്ദേഹം പോരുകയാണ്. ഫൈനൽ കോമ്പറ്റീഷന് നൽകപ്പെട്ടത് സിമ്പിളായ സൂപ്പുണ്ടാക്കുക എന്ന ദൗത്യമായിരുന്നു. അതും സീസണിംഗ് ഒന്നും ഇല്ലാതെ വേണം അത് ചെയ്യുവാനും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനും പാടില്ല. ട്രഡീഷണൽ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനായിരുന്നു ചോട്ടോ ശ്രമിച്ചത്. കിങ്ങിയാറ്റ് ആ സമയം ഏറ്റവും വലിയ മാസ്റ്റർ ഷെഫിന് മാത്രം ഉണ്ടാക്കാൻ സാധിക്കുന്ന വാട്ടർ ക്യാബേജ് ഉണ്ടാക്കുവാൻ തീരുമാനിക്കുകയാണ്. പിങ്ങി പണ്ട് പറഞ്ഞ കാര്യങ്ങൾ കിങ്ങിയാറ്റ് ഓർത്തെടുത്തു. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഓരോ കാര്യങ്ങളും കിങ്ങിയാറ്റ് പ്രവർത്തിച്ചു. കിങ്ങിയാറ്റ് അത് തിരഞ്ഞെടുത്തതിൽ ഏവരും ഒന്ന് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അത്രമേൽ ശ്രമകരമാണ് നല്ലൊരു വാട്ടർ ക്യാബേജ് ഉണ്ടാക്കുകയെന്നത്. ഡിഷുകൾ തയ്യാറാവേണ്ടുന്ന അവസാന നിമിഷമെത്തിയിരുന്നു. ആ സമയം പിങ്ങിയെ അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. താൻ കൊണ്ടുവന്നിരുന്ന ഡ്രാഗൺ ഹെഡ് ക്ലീവർ അദ്ദേഹം കിങ്ങിയാറ്റിന് കൈമാറി. താൻ മുമ്പ് കൊടുത്തിരുന്ന പെട്ടി തുറന്ന് അതിനുള്ളിലെ ചീസ് കൂടി വാട്ടർ ക്യാബേജിൽ ആഡ് ചെയ്യാൻ പിങ്ങി ആ സമയം പറയുകയും ചെയ്തു. പിങ്ങി പറഞ്ഞ പോലെ തന്നെ കിങ്ങിയാറ്റ് പ്രവർത്തിച്ചു. കിങ്ങിയാറ്റ് അത് പ്രവർത്തിക്കാൻ വേണ്ടി തൊട്ടതും അതിശയകരമെന്നോണം അത്ഭുതകരമായി ആ ഡ്രാഗൺ ഹെഡ് ക്ലീവനിലെ തുരുമ്പടക്കം ഇല്ലാതായി അതിന് പുതുമ കൈവന്നിരുന്നു. വൈകാതെ ഫൈനൽ ഡിഷ് സമർപ്പിക്കപ്പെട്ടു. അത്രമേൽ മികച്ച വാട്ടർ ക്യാബേജ് ഡിഷ് ജഡ്ജസിൽ അതിശയം തന്നെ തീർത്തിരുന്നു. ജഡ്ജസിന്റെ അതിശയം കലർന്ന ഭാവം കണ്ട് ചോട്ടോ തന്നെ നേരിട്ട് വന്ന് ആ ഡിഷ് രുചിച്ചു നോക്കി. അത് രുചിച്ചതും കിളിപാറിയ ചോട്ടോ ഉടൻ തന്നെ തന്റെ തോൽവി അംഗീകരിച്ച് തന്റെ തൊപ്പി തലയിൽ നിന്ന് ഊരിമാറ്റി. കിങ്ങിയാറ്റും ടീമും മത്സരം വിജയിക്കുകയാണ്. അത്രമേൽ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് പണ്ട് നാടുവിട്ടുപോയ പിങ്ങിയുടെ മൂത്ത ചേട്ടനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പിങ്ങിയുമായി ഒത്തുചേർന്ന അദ്ദേഹം വാട്ടർ ക്യാബേജ് ഡിഷ് രുചിച്ചു നോക്കി. അതിന്റെ രുചി അദ്ദേഹത്തെ അതിശയിപ്പിച്ചിരുന്നു. മറുവശത്ത് തന്റെ അച്ഛനും പിങ്ങിയും തമ്മിൽ ഒരു വിഷയവുമില്ല എന്ന് കണ്ടതും ഇത്രനാളും താൻ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നല്ലോ എന്നൊരു ചിന്ത കായ്ജോയ്ക്കും വരുന്നുണ്ട്. കിങ്ങിയാറ്റുമായി പല ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാനും പഠിക്കുവാനും വേണ്ടി ഒരു യാത്ര പോകാൻ പിങ്ങി തീരുമാനിച്ചിരുന്നു. പോകുന്നതിനു മുമ്പ് തന്റെ ഗേൾഫ്രണ്ടായ ഇങ്ങിനോട് താൻ തിരികെ വരും എന്ന് കിങ്ങിയാറ്റ് പറഞ്ഞു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.